എന്തുകൊണ്ട് നിലമ്പൂരിൽ LDF തോറ്റു? ശ്രീ പി ചിത്തരഞ്ജൻ. LDF തോറ്റതിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, പരിശോധനകൾ നടക്കാൻ പോകുന്നതാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പൊതുവികാരമാണ് പ്രതിഫലിച്ചത് എന്ന അഭിപ്രായം, അത് കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇവിടെ ഏറ്റവും അവസാന തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, 2024. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെയാണെങ്കിൽ ചില കണക്കുകൾ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 95,194 വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് 77,737 വോട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് 37,451 വോട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 66,660 വോട്ട് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. ശരിയല്ലേ? UDF നേടാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതും 95,194, അവർക്ക് 77,737 37,451 ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് 66,660. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ രണ്ടും രണ്ടാണ് എന്നുള്ള വാദമുണ്ടല്ലോ, അത് നമുക്ക് അത് തന്നെ അംഗീകരിക്കാം. ഞങ്ങളും അത് പറയുന്നു. ഇനി അങ്ങോട്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ ഒറ്റ വോട്ടും സ്വതന്ത്രം ചോർത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ അവസാനത്തെ വോട്ടാണല്ലോ ഈ കിട്ടിയത്. ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് ചോർന്നിട്ടില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ടും കൊണ്ട് അയാൾ പോയി, അദ്ദേഹം പോയി. അതിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് പറയുന്നത്? കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കും. ഏറ്റവും അവസാനം നടന്നത് 2011 തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മരിച്ചിരിക്കുന്നു, തോമസ് മാത്യു. ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 60,733. 60,733 വോട്ട് കിട്ടിയ ഞങ്ങൾ ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചിഹ്നമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പകരം 2016 വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്രം എന്നുള്ള നിലയിലേക്ക് അൻവർ വന്നു. അദ്ദേഹം വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള അന്നത്തെ വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ വോട്ടിങ്ങിനകത്ത് കൃത്യമായി ഞങ്ങൾ അന്നും പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു 60-നും 65-നും ഇടയിലുള്ള വോട്ടേ ഉള്ളൂ ആ മണ്ഡലത്തിൽ. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള ചില മണ്ഡലങ്ങളിൽ ചില സ്വതന്ത്രന്മാരായി വ്യക്തികളായി വരുന്ന ചിലരുടെ വോട്ടുകൾ കൂടി നിർണായകമാണ്. ആ വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ ആ വോട്ട് മുഴുവൻ UDFൻ്റെ പെട്ടിയിലേക്ക് ചെല്ലണമല്ലോ. അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്വതന്ത്ര വോട്ടൊന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ ഞങ്ങളൊരു 50,000 വോട്ടിന് താഴെ പോകണം, എങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണ്. ഞങ്ങൾക്ക് ആ ഒരു കുഴപ്പം വന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ വളരെ ധൈര്യമായി പോയ ഞങ്ങളെ സംബന്ധിച്ച് 30,000-ത്തിനടുത്ത് വോട്ട് ഒറ്റ വർഷക്കാലത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതലായി നേടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ ഉണ്ടായി കാണാം UDF-ആയിട്ട്. പക്ഷേ ഘടകകക്ഷിയെ പോലെ ജമാഅത്ത് ഇസ്ലാമി വന്നിട്ടില്ല. ഘടകകക്ഷിയെ പോലെ ജമാഅത്ത് ഇസ്ലാമി കൂടെ കൂടുകയും അതോടൊപ്പം തന്നെ മത ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുകയും എന്തിനേറെ NDAയുടെ സ്ഥാനാർത്ഥിയായ വ്യക്തി, ഞങ്ങൾ പറഞ്ഞതല്ല, അദ്ദേഹം മുമ്പത്തെ ദിവസം എന്താ പറഞ്ഞത്, എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച വോട്ട് അത് കോൺഗ്രസ്സിന് പോയി. കാരണം ഇടതുപക്ഷം തോക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിക്ക് വോട്ട് കിട്ടിയാൽ ജയിക്കത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് വോട്ട് അവരും അപ്പുറത്ത് കൊടുത്തു. നിങ്ങളൊരു കാര്യം ഓർത്തോളണം, UDFൻ്റെ കൺവെൻഷനിൽ പോയി പങ്കെടുത്ത ആളാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ അവിടെ മത്സരിച്ചത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് പേരിന് ഒന്ന് നിർത്താൻ പോവുകയാണ്. ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല എന്നാണല്ലോ BJP പറഞ്ഞത്. പിന്നീട് അവർ നിർത്തി. അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അവിടെ UDFന് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ തോറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പരാജയം തന്നെ. പക്ഷെ ഞങ്ങളുടെ അടിത്തറ തകർന്നു. സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് ആ വികാരം കാണിക്കാൻ കഴിയുന്നത്? ഞങ്ങളുടെ വോട്ടിങ്ങിൻ്റെ നിലവാരത്തിൽ എവിടെയാണ് ഞങ്ങൾക്ക് കുറവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്വതന്ത്രം വന്നപ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്ത പഞ്ചായത്തുകളിൽ, ബൂത്തുകളിൽ
അത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളെ ആരെയും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതും ശരിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് 66,000 വോട്ട് കിട്ടാൻ പോണത്? 66,660 വോട്ട് ഞങ്ങൾക്ക് ലഭ്യമായി എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ വെള്ളം കയറിയിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരവും ഇല്ല എന്ന് മാത്രമല്ല, UDF വിജയം തന്നെയാണെങ്കിലും അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്ത 30,000-ഓളം വരുന്ന ആൾക്കാർ ഇത്തവണ, ഒരു വർഷത്തിന് മുമ്പ് കൈപ്പത്തി വോട്ട് ചെയ്ത ആൾക്കാർ ഇത്തവണ അവർക്കാണോ വോട്ട് ചെയ്തത്? അല്ല, 20,000-ഓളം ആൾ അവർക്കാണോ വോട്ട് ചെയ്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ഏതാണ്ട് 30,000-30,000-ഓളം വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. പക്ഷെ അപ്പോഴും ശ്രീ പി ചിത്തരഞ്ജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വാദമുണ്ടല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് എത്തുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും, അത് ആ വാദത്തിന്, താങ്കൾ തന്നെ ഉന്നയിച്ച വാദത്തിന് വെല്ലുവിളിയാകുമല്ലോ ശ്രീ പി ചിത്തരഞ്ജൻ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വാദം ഉന്നയിച്ചിരിക്കുന്നില്ല. കാരണം എന്നും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പറയും അസംബ്ലിയും പാർലമെന്റും രണ്ടും രണ്ടാണ്. പക്ഷെ കോൺഗ്രസ് ഊറ്റം കൊള്ളാൻ കഴിയുന്ന നിലയിൽ അവരുടെ കൈപ്പത്തി ചിഹ്നത്തിന് തന്നെ ഒരു വർഷത്തിന് മുമ്പ് വോട്ട് ചെയ്ത ആൾക്കാരിൽ ഇത്രയും 20,000 ആൾക്കാർ മാറി വോട്ട് ചെയ്തില്ലേ? എന്തേ അവരത് കാണാത്തത്? ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വോട്ട് കുറയാൻ പോണത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടെങ്കിലും മിനിമം നിൽക്കത്തില്ലേ? ഇനി അതെല്ലാം പോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞങ്ങൾ ഏറ്റവും അവസാനം ഈ സ്വതന്ത്രം ഇല്ലാതെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഭാഗം ന്യായമാണ്. ഞങ്ങൾക്ക് അന്ന് കിട്ടിയതിനേക്കാൾ 6,500 വോട്ട് കൂടുതൽ കിട്ടിയില്ലേ? അപ്പോൾ ഞങ്ങളുടെ എവിടെയാണ് അടിത്തറ തകർത്തത്? സർക്കാർ വിരുദ്ധമായിട്ടുള്ള തിരിച്ചടി ഉണ്ടെങ്കിൽ അത്ര വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടണത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇതിനകത്ത് യാതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ അടിത്തറക്ക് പോലും ഒരു പോറലേറ്റിട്ടില്ല. എന്നാൽ പരാജയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച നിലയിലേക്കുള്ള വോട്ടുകൾ കിട്ടാതിരുന്ന ബൂത്ത് ഏതാണ്, പഞ്ചായത്ത് ഏതാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് എവിടെയാണോ ഞങ്ങൾക്ക് അവിടെ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണോ തിരുത്തു വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത്, അത് നോക്കി ഞങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയും. UDF സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം കരസ്ഥമാക്കി എന്ന നിലയിലേക്ക് അവർക്ക് ആഹ്ലാദിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അവകാശവാദം ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.